2021 ഒരു മോട്ടോർ നെർവ് റിലേറ്റഡ് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു പേഷ്യൻ്റ്, ഫിലിപ്പ് ഒക്കീഫി എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ്, ഓസ്ട്രേലിയയിലാണ്. ഇദ്ദേഹത്തിന് ഒട്ടും മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിൽ ഇതൊന്ന് പരീക്ഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ തോട്ട് വെച്ചിട്ട് അദ്ദേഹം ഫസ്റ്റ് ട്വീറ്റ് ചെയ്തു. അപ്പോൾ അത് സക്സസ്ഫുള്ളായിരുന്നു. സൈമൾട്ടേനിയസ്ലി പല രാജ്യങ്ങളിലും ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, പല കമ്പനീസുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ചലഞ്ചസ് എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇതിൻ്റെ ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി. അതായത് നാളെ വേറെ ടെക്നോളജി ആയിപ്പോയി, അപ്പം ഞാൻ ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയി, എൻ്റെ തലയിൽ ഇരിക്കുന്ന ഉപകരണം ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അതെ, ഇന്നുള്ള ഡിവൈസ് ഇപ്പോൾ ന്യൂറലിങ്ക് ഇറക്കുന്നത് ഈസ് ദ വേർസ്റ്റ് ഡിവൈസ് എവർ, ബിക്കോസ് അടുത്ത ഡിവൈസ് വിൽ ഓൺലി ബി ബെറ്റർ ദാൻ ദിസ്. 100%. അതുകൊണ്ടാണ് ആൾക്കാരും കൺസ്യൂമേഴ്സും ഇപ്പം ഇതിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യാത്തത്. ബിക്കോസ് ഓക്കെ, ഇപ്പം വിഷൻ റിലേറ്റഡ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ എന്തുവാണ് ഇപ്പം പാരാലിസിസ് സോൾവ് ചെയ്യുക. സോ മെജോറിറ്റി ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളില്ല. അതുകൊണ്ടാണ് അവരും ന്യൂറലിങ്കും വളരെ കെയർഫുള്ളി ഇതിനെ ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇറക്കുന്നത്. ബിക്കോസ് ഒരു മാസ് പ്രോഡക്റ്റ് ആക്കാനാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ യു കനോട്ട് എക്സ്പെക്ട് ദാറ്റ് നോർമൽ പീപ്പിൾ വിൽ നൗ ജമ്പ് ഇൻ ടു ഗെറ്റിംഗ് എ സർജിക്കൽ പ്രൊസീജിയർ ഡൺ ഇൻ ദർ ഹെഡ്. അപ്പം ഒരു സർജിക്കൽ പ്രൊസീജിയർ ഇപ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡ് ഒരാളാണ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. എന്നാൽ സർജിക്കൽ പ്രൊസീജിയർ സർജിക്കൽ പ്രൊസീജിയർ കുഴപ്പമില്ല. ലെറ്റസ് അപ്പം ചില ഒരാൾ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ആക്ച്വലി ഇഫ് യു ആർ ബ്ലൈൻഡ് ഓർ പാരലൈസ്ഡ്, ഇപ്പോൾ യങ്ങായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ വന്നിട്ട് ബ്ലൈൻഡ് ആയി കഴിഞ്ഞാൽ അവർക്ക്, അല്ലെങ്കിൽ പല ഓർഗൻ ഫെയിലിയറും ഉണ്ടാകാം, മൂവ്മെൻറ്റ് തന്നെ ഇല്ലാതെ ആയിപ്പോകാം. ഈവൻ മിലിറ്ററിയിൽ തന്നെ ഇതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവ് ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞൊരു കാര്യമാണ്, പൂനെയിലെ മിലിറ്ററി ഹോസ്പിറ്റലിലായിരുന്നു. ഒരു പട്ടാളക്കാരൻ, വളരെ ചെറുപ്പമാണ് അയാൾ ഫൈറ്റർ പൈലറ്റോ മറ്റോ ആയിരുന്നു. അയാളുടെ ട്രെയിനിങ് ടൈമിൽ എന്തോ വലിയൊരു ആക്സിഡൻറ്റ് പറ്റി ഇയാളുടെ ഹിപ്പിന് താഴോട്ട് തളർന്നു പോയി. അപ്പോൾ ഇദ്ദേഹം വീൽ ചെയറിലാണ് അവിടെ ഇങ്ങനെ നടക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഇതേപോലെ അവർ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവരിൽ കുറേ കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ കുറേ എക്സ്പെർട്ടൈസ് ഉള്ളവരുണ്ട്. അവരൊക്കെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം അവരെ ഇങ്ങനെ നിയന്ത്രിച്ച് ഒക്കെയാണ് നടക്കുന്നത്, അവർക്ക് ഗൈഡൻസ് കൊടുത്ത് അങ്ങനെയൊക്കെ. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇയാളുടെ ആ മൂവ്മെൻ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു വലിയൊരു ഹോപ്പാണ്. അതായത് ഈവൻ ടെക്നോളജി ഇൻ ഇസ് സാലഡ് ഡേയ്സ് എങ്കിലും കിട്ടുന്ന അഡ്വാൻറ്റേജ് അവരുടെ ഈ ലൈഫിൽ യൂസ് ചെയ്യുക എന്നുള്ളതും കുറച്ചെങ്കിലും റിക്കവറി ഉണ്ടാവുക എന്നുള്ളതും. കാരണം റീസെൻ്റ്ലി അല്ലാതെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരീക്ഷണം നടന്നു. ഇതേപോലെ നെർവ് ഡിസോർഡേഴ്സൊക്കെ ഉള്ള ആൾക്കാർ, മൂവ്മെൻറ്റ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇതേപോലെ പല ഏരിയാസിൽ ബ്രെയിനിൽ, പിന്നെ അതേപോലെ സ്പൈനൽ കോഡിൻ്റെ പല ലൊക്കേഷനിൽ മൾട്ടിപ്പിൾ ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്തിട്ട് ഇവരുടെ ലെഗും അതേപോലെ ഹാൻഡും ഒക്കെ മൂവ് ചെയ്യിപ്പിച്ചു. അങ്ങനത്തെയൊക്കെ ഇതിലവർ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ സ്പൈനൽ കോഡിൽ ഇപ്പം സെർവിക്കൽ സ്പൈനിൻ്റെ ഭാഗമാണ്, വിച്ച് ഇസ് അപ്പർ പാർട്ട് ഓഫ് ദ സ്പൈൻ. ഇപ്പം C1, C2, C3 അങ്ങനെ C7 വരെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ C4 ഒരു ഫ്രാക്ചർ ഉണ്ടെങ്കിൽ, അപ്പം ഈ ബേസിക്കലി സ്പൈൻ C1 തൊട്ട് C7 വരെയുള്ള കണക്ഷനിൽ ഇതൊരു ബ്രേക്കാണ് അല്ലേ. അപ്പം ഇപ്പോൾ C4 ഒരു ബ്രേക്കാണ്. അപ്പം വാട്ട് ദെയർ പ്ലാൻ ഇസ് C5 ഒരു റിസീവർ വയ്ക്കും, എന്നിട്ട് ബ്രെയിനിൽ ഈ ന്യൂറലിങ്ക് ചിപ്പ് ഡയറക്ട്ലി സിഗ്നൽ C5 കംപ്ലീറ്റ്ലി ബൈപ്പാസ് ചെയ്യും. അപ്പോൾ C4 പൊട്ടിയിരിക്കുവാണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ബ്രേക്ക് ആകുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്ന ഒരു പാരലൈസ്ഡ് വ്യക്തിയും എഴുതി നടക്കാൻ പറ്റും. സ്വിറ്റ്സർലൻഡിലെ ഒരു യൂണിവേഴ്സിറ്റി ഇത് ഓൾറെഡി എക്സ്പെരിമെൻ്റ് നടത്തി പ്രൂവ് ചെയ്തതാണ്. ഇതേപോലെ പാരലൈസ്ഡ് ആയിട്ടുള്ള ആളെ മൂവ് ചെയ്യിപ്പിച്ചു, ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഓൾറെഡി എക്സാമ്പിൾസ്, കേസ് സ്റ്റഡീസ് ഉണ്ട്. ഇവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് പോകുന്നു, അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.